എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു കൈപ്പക്ക തോരൻ ഉണ്ടാക്കണം കേട്ടോ. അതിന് കൈപ്പക്കൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, കഴുകി കൊണ്ടുവന്നതാണ്. ഇതിലേക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൈക്കൊണ്ട് നല്ലോണം നിരട്ടി തിരുമ്പി യോജിപ്പിക്കട്ടോ. ഇതെല്ലാം അപ്പം നിരട്ടി തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയിരുമ്പോൾ 2 കണ്ട് കടുക് ഈ സവാള പൊടിയായി എണ്ണയിൽ വെക്കും. എന്നാൽ വഴറ്റി കൊടുക്കട്ടോ. ഇതിലേക്ക് നമ്മൾ കൈപ്പക്ക വെക്കട്ടോ. കൈപ്പക്ക തൊക്കട്ട് ഇതങ്ങനെ വഴറ്റി കൊടുക്കുന്നതാണ്. അടച്ച് വെച്ച് വേവിക്കട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയും ചതക്കട്ടോ. ചതച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ കൈപ്പക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇനി നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കണേ. തേങ്ങ അങ്ങനെ ചെറുതായി ഒന്ന് വറുത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ചേർക്കുക കേട്ടോ. ഇനി 1 സ്പൂൺ മുളക് പൊടി ചേർക്കണേ. ഞാൻ വറുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തത് ഇത്രയൊക്കെ മതി കേട്ടോ. ഇനി ഇതങ്ങനെ എടുത്തേക്കാണ്. തേങ്ങ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് അരക്കണം. ഇതിലേക്ക് 2 മാന്തോളി നാരങ്ങേൻ്റെ ഇലയിട്ടത് ചേർക്കുന്നത്. ഇതിലൊരു 2 കറിവേപ്പിലയും ചേർക്കണം. ഈ പുളിയും കൂടിയേ ചേർക്കുക കേട്ടോ. ഇതവിടെ അരക്കുക. അപ്പോൾ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണോ അല്ലേലും. അപ്പോൾ അതന്ന് രാവിലെ ചായക്ക് കടിയൊക്കെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ കഞ്ഞി കുടിക്കുകയാണ്. കഞ്ഞിയും ഉപ്പേരി കൈപ്പങ്ങ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയാണ്. അപ്പോൾ ഞാൻ കുടിക്കാനുള്ള എടുത്ത് വെച്ചതാട്ടോ. എനിക്കുള്ള തോരനാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ.